ഇപ്പോൾ കാനത്തിൽ ജമീലയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. മാഷ്, എങ്ങനെയാണ് ആ മികച്ച ഭരണാധികാരിയെ, ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു നേതാവിനെ അവരുടെ വിയോഗം വലിയൊരു സങ്കടത്തോടുകൂടിയാണ് കേരളം ഇന്നലെ ആ വാർത്ത കേട്ടത്. എങ്ങനെയാണ് മാഷ് ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ ഓർമ്മിച്ചെടുക്കുന്നത്? കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ഒരു വനിതാ നേതാവായിരുന്നു അദ്ദേഹം. അവരങ്ങനെയാണ് വളരെ സൗമ്യമായ രീതിയിൽ ആളുകളോട് പെരുമാറുകയും പരിചയപ്പെടുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടുകയും ചെയ്യുന്ന, എന്നാൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാകുന്ന മഹിളാ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പ്രമുഖ നേതാക്കൾ ഒരാളായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീലയെ കണ്ടിരുന്നത്. അസുഖം ബാധിച്ച് ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം ഞങ്ങളെല്ലാം നേരിട്ട് പോയി വീട്ടിൽ കണ്ടതാണ്. അപ്പോഴും വളരെ ആവേശത്തോടു കൂടി ഞാൻ ജീവിതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും തിരിച്ചു വരും എന്ന നല്ല പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കുടുംബം പൂർണ്ണമായിട്ടും മകനും മകളും ഭർത്താവും എല്ലാം ഈ ഒരു നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടുള്ള സംഭാഷണമാണ് അന്ന് അവിടെ പോയപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജനപ്രതിനിധിയായിട്ടാണ് പാർട്ടിയുടെ വക്താവായിട്ട് വരുന്നത്. പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നീട് ജില്ലാ പഞ്ചായത്ത്, രണ്ടാമത്തെ ടേമിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോഴാണ് പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായി കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ച് മത്സരിപ്പിക്കുക. ആ മത്സരത്തിൽ നല്ല വിജയമാണ് അവിടെ നേടിയിട്ടുള്ളത്. പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അസംബ്ലിയിൽ അവർ നടത്തിയിട്ടുള്ളത്. കാര്യങ്ങൾ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാനും മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം നന്നായിട്ട് പഠിച്ച് ഗൃഹപാഠം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷി വളരെ നല്ല നിലയിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. CPIMൻ്റെ ആശയങ്ങളോട്, രാഷ്ട്രീയ നിലപാടുകളോടെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ സംവേദിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴും രാഷ്ട്രീയ ബന്ധത്തിൻ്റെ അപ്പുറത്ത് നിരവധിയായ ആളുകളുമായി, ജനങ്ങളുമായി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായും നന്നായിട്ട് മണ്ഡലത്തിൻ്റെ എല്ലാം പ്രശ്നം വരുമ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അവർ കൈകാര്യം ചെയ്തത്. മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഓരോന്നിലും ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം, ഭരണാധികാരി എന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിലും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിലും നൂതനമായ നിരവധി പദ്ധതികൾ കോഴിക്കോട് ജില്ലയുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അവർ നടത്തുകയുണ്ടായി. ഇങ്ങനെ എല്ലാ തലത്തിലും പാർട്ടിയുടെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലുമൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഓരോരുത്തരോടും വ്യക്തിപരമായ ബന്ധം, അടുപ്പം സൂക്ഷിച്ച് എല്ലാ സന്ദർഭത്തിലും അവരോട് സംസാരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ ആളുകളോടെല്ലാം പെരുമാറുന്ന രീതി, സൗഹൃദപൂർവമായ പെരുമാറ്റം, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രാഷ്ട്രീയ എതിരാളി പോലും അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് സഖാവ് കാനത്തിൽ ജമീലയെ കണ്ടിരുന്നത്. അവരുടെ വിയോഗം പാർട്ടിക്ക് തീരാത്ത നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്.
2-ാം തീയതിയാണ് ഇപ്പോൾ ശവസംസ്കാരം നടത്താൻ അവർ തീരുമാനിച്ചത്. ഇന്നലെ ആശുപത്രിയിൽ പോയി ഞാൻ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുകയുണ്ടായി. എല്ലാവരും ഉണ്ടായിരുന്നു. CPM-ൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നലെ തന്നെ രാത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും അവരുടെ കുടുംബം വളരെയേറെ പ്രയാസകരമായ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അകാലത്തിലാണ് കാനത്തിൽ ജമീല നമ്മെ വിട്ടുപിരിയുന്നത്. സ്വാഭാവികമായും അവരെ സ്നേഹിക്കുന്ന ജനങ്ങളും പാർട്ടിയുമെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുകയും സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുക. കാനത്തിൽ ജമീല എന്ന മികച്ച ഭരണാധികാരിയെ, ജനപ്രതിനിധിയെ, അതോടൊപ്പം തന്നെ CPM പ്രധാനപ്പെട്ട നേതാവിനെ ഓർത്തെടുക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ.